റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ ശേഖരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഓർമ്മയുണ്ടല്ലോ, തീപിടുത്തമുണ്ടായതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പ്ലാന്റുകൾക്ക് അനുമതി നൽകാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. എന്നാൽ ഇതൊന്നും നടപ്പാക്കാതെയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ ശേഖരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. നിരവധി പരാതികൾ പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. നമുക്ക് അവിടേക്ക് തത്സമയം പോകാം. അഞ്ജലി ശ്രീതാരാജ് സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അഞ്ജലി, മാനദണ്ഡങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണോ അവിടെ എത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്? അതെ, തീർച്ചയായും സുജയ. അതായത് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ MCF ഇവിടെ അയ്യായിപ്പാടത്ത് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ MCF പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ MCFന്റെ പരിസരത്താണ്, അതായത് MCFന്റെ അടുത്താണ് നമ്മളുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെ ഒരു ഭാഗത്ത്, അതായത് ആദ്യം ഈ ഒരു MCF ഇവിടെ പണിയുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാരോട് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയത് ഈ 30 വാർഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം ശേഖരിക്കാനുള്ള ഒരു ഇടം. എന്നാൽ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീടുകളിലെ മാത്രമല്ല മറ്റ് ഈ സിറിഞ്ച് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളുകയാണ്. കൂടാതെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെയായിരുന്നു, അതായത് KSRTC സ്റ്റാൻഡിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ മണ്ണും അവിടെയുള്ള വേസ്റ്റുകൾ പോലും ഇവിടേക്ക് തള്ളുകയാണ്. അതായത് മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റുകളൊക്കെ തള്ളാനുള്ള ഒരു ഇടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു മാലിന്യ പ്ലാന്റിന്റെ അവസ്ഥയുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബൾബുകളുണ്ട്, കൂടാതെ ഇത്തരത്തിലുള്ള സിറിഞ്ച് തുടങ്ങി ഈ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയിലാണ് ഇത്തരം ഒരു MCF പ്രവർത്തിക്കുന്നത്. നാട്ടുകാരെല്ലാം വലിയ ആശങ്കയിലാണ്. കൂടാതെ വെറ്റ്ലാൻഡാണിത്. അതായത് ഒരുപാട് മാനദണ്ഡങ്ങളോടെ എല്ലാം പാലിച്ചിട്ട് വേണം ഒരു MCF നിർമ്മിക്കാൻ. വെറ്റ്ലാൻഡിൽ, അതായത് വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പാടില്ല. കൂടാതെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു MCFന് NOC ലഭിച്ചിട്ടില്ല. അതായത് അഗ്നിശമന സേനയുടെ NOC ലഭിക്കാതെയാണ് ഈ MCF ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് വരുന്ന വഴി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ മാലിന്യ പ്ലാന്റുകൾ, ഈ ബ്രഹ്മപുരം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിനു മുൻപും നിരവധി മാലിന്യ പ്ലാന്റുകൾക്ക് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീപിടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി പ്രത്യേക മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ മാലിന്യ പ്ലാന്റിലേക്ക് വരുന്ന വഴിയിലേക്ക് ഈ ഫയർ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് എത്താൻ കഴിയണം. ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ കാറിന് പോലും സുഗമമായി ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു വഴിയിലാണ് ഈ MCF പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഇവിടേക്ക് എങ്ങനെ ഫയർഫോഴ്സ് എത്തും? കൂടാതെ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഇതിന്റെ തൊട്ടടുത്ത് വൃദ്ധസദനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, അങ്കണവാടിയുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്താണ് മുനിസിപ്പാലിറ്റി MCF പണിതിട്ടുള്ളത്. ഇപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ കൂടിക്കിടക്കുന്നത് കാണാം. ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള വേസ്റ്റ് അല്ല. അതായത് മാലിന്യ ശേഖരണ പ്ലാന്റ് ആണ്. ഇവിടെ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നൊരു വ്യവസ്ഥയായിരുന്നു മുനിസിപ്പാലിറ്റി വെച്ചിരുന്നത്. എന്നാൽ ഇവിടെ എത്രയോ കാലങ്ങളായി, വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ് മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങളൊന്നും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. അപ്പോൾ വെറും മാലിന്യങ്ങൾ ഡംപ് ചെയ്ത് ഭാവിയിൽ ഒരു ബ്രഹ്മപുരമാകുമോ എന്ന സംശയമാണ്, അല്ലെങ്കിൽ ആ ഒരു ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത്. അതായത് തന്നെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഒരു 500 സ്ക്വയർ ഫീറ്റിൽ 30 വാർഡുകളിൽ വരുന്ന മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴുകി ശേഖരിക്കുന്ന ഒരു കളക്ഷൻ സെന്റർ എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ തുടങ്ങിയപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി. അന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു, ഇത് ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? അപ്പോൾ ഇവിടുത്തെ അന്നത്തെ അധികൃതർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് ഇതൊരു കളക്ഷൻ സെന്റർ മാത്രമാണ്, ഒരു 500 സ്ക്വയർ ഫീറ്റിലുള്ള കളക്ഷൻ സെന്റർ, ഭാവിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഒരു 1.5 മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഗേറ്റിൽ നിന്ന് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മാലിന്യങ്ങളും അത്രയ്ക്ക് വൃത്തികേടായി ഇവിടെ കിടന്നിരുന്നത്. നമ്മളന്ന് ചോദിച്ചാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവർ ഇവിടെ ഇത്ര വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലും നാശമായിട്ടായിരുന്നു ഇവിടെ കിടന്നിരുന്നത്. സുജി, ഇപ്പൊ നോക്കുവാണെങ്കിൽ, അതായത് ഈ കാണുന്നത് എന്റെ പിന്നിലുള്ളത് ഒരു ടർഫാണ്. അതായത് ആളുകളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടർഫും ഇത്തരത്തിലുള്ള പ്ലേ ഗ്രൗണ്ടുകളൊക്കെ നിർമ്മിക്കുന്നത്. എന്നാൽ എവിടെയാണ് സുജയ ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റിന് തൊട്ടടുത്തായി ഒരു ടർഫ് പണിയുന്നത്? അപ്പോൾ വെറും വാഗ്ദാനങ്ങൾ പാലിക്കുക എന്ന ലക്ഷ്യത്തോടെ മുനിസിപ്പാലിറ്റി വെറുതെ നിർമ്മിച്ച ഒരു ടർഫാണ്. ഇവിടെ ഇപ്പോൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് തന്നെ. അതായത് ഒരു തരത്തിലുള്ള മെയിന്റനൻസും മുനിസിപ്പാലിറ്റി ഇവിടെ ചെയ്യുന്നില്ല. വെറുതെ ഈ വഴിയിലൂടെ എങ്ങനെയാണ് കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഈ ടർഫിലേക്ക് എത്തുക? നഗരസഭയുടെ അധികൃതരോട് നമ്മൾ ചോദിച്ചിരുന്നു അഞ്ജലി, അവരെന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്?
സുജയ, നഗരസഭാ അധികാരികളോട് ഈ വിഷയം ചൂണ്ടിക്കാണാൻ, അതായത് ചെയർമാനോട് തന്നെ നേരിട്ട് നമ്മൾ സംസാരിച്ചതാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല, ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമെന്നാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സത്യാവസ്ഥ ഇതും അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമാണ്. കൂടാതെ ഇവിടെയുള്ള ആളുകൾ, ഇപ്പോൾ താമസിക്കുന്നവർ ദേശീയപാതയിൽ നിന്നും ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ സമയത്ത് സ്ഥലം നഷ്ടപ്പെട്ട ആളുകളെ ഇവിടേക്ക് മാറ്റി താമസിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിബന്ധനകൾ ഉണ്ടായിരുന്നു, നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുത്. പക്ഷേ അവർ ആ രീതിയിൽ ഈ നഗരസഭയിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നഗരസഭ ചെയർമാൻ പറയുന്നത് ഒരു പ്രശ്നവും ഇല്ല, ഇവിടെ സുഗമമായി നടക്കുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കത് വ്യക്തമായി ബ്രഹ്മപുരവും ലാലൂറും ഞെളിയൻപറമ്പും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശവാസികൾ നമ്മൾ വന്ന് കാണുകയും നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു MCF RRF സെന്റർ ആണ്, കൃത്യമായി നിയമങ്ങൾ പാലിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് ഇവരെല്ലാവരെയും ധരിപ്പിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ശുചിത്വ മിഷന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും MCFന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് വിവിധ. ആ ഗൈഡ് ലൈൻസ് പരിശോധിക്കുമ്പോൾ ആ MCFന്റെ ഗൈഡ് ലൈനുകൾ പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു പ്രദേശത്തല്ല ഇവർ ഈ സൈറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പറയുന്നുണ്ട്, വെറ്റ്ലാൻഡ്, ലോ ലയിങ് ഏരിയാസ്, ഫ്ലഡ് പ്രോൺ ഏരിയാസ് ഒന്നും MCFന്റെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിസരമായിട്ട് പ്രദേശമായിട്ട് തിരഞ്ഞെടുക്കരുതെന്ന്. ഇത് 2018 പ്രളയകാലത്ത് വെള്ളം പൊന്തിയ ഒരു പാടമാണ്, അയ്യായി പാടാണ്. നാളെ 2018 പോലെ ഒരു വെള്ളപ്പൊക്കം, ഇനി ഒരു പ്രളയം ഇനി വരുംകാലങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വെള്ളം പൊന്തും. ഈ പ്രദേശത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളെല്ലാം വിവിധ വീടുകളിലേക്ക് ഒഴുകി ചെല്ലും. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും. മഴക്കാലത്ത് ഈ വേസ്റ്റുകളെല്ലാം ഒഴുകി ഇതിന്റെ ദുർഗന്ധമെല്ലാം വമിച്ചുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. മറ്റൊന്ന്, ഫയർ NOC ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 2021 തൊട്ട് ഏകദേശം 8-10 സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുഴുവൻ MCF RRF സെന്ററുകളും ഫയർ NOC നിർബന്ധമായിട്ട് എടുക്കണമെന്ന്. നമ്മൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസവും നമ്മൾ വിവരാവകാശം എടുത്ത് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിന് NOC കൊടുത്തിട്ടില്ല. ഈ സ്ഥാപനത്തിന് NOC കിട്ടില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ, മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ച പോലെ, ഇവിടേക്ക് ഈ ഫയർ എഞ്ചിൻ പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള വീതി ഇവർക്കില്ല. തീർച്ചയായും പ്ലാന്റ് ഈ രീതിയിൽ തുടർന്നാൽ മതിയോ? അതിലേക്കാണ് നമ്മുടെ അന്വേഷണം ഇനി നീളേണ്ടത്. അഞ്ജലി ശ്രീതാരാജാണ് അവിടെയുള്ളവരുടെ പ്രതികരണങ്ങളിലൂടെ, ഇതിനായി പോരാട്ടം നടത്തുന്നവരുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയത്.